താങ്കൾക്ക് 10,000 രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നു. ആ കണ്ട് 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 അണലിയാണെന്ന് പറഞ്ഞു. പക്ഷെ വയലറ്റ് കളറൊക്കെയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. തുടർന്ന് ഈ വിറകുകൾ നിന്റെ മുകളിലുണ്ടായിരുന്നു. ഈ വിറകുകളൊക്കെ ഇവിടെയായിരുന്നു. ഓക്കെ. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുത്തൂര് കാലടി. പുത്തൂര് കാലടിയാണ്. അപ്പോൾ ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് കിണർ. കിണറിനോട് ചേർന്ന് കുറച്ച് കട്ടകളും കരിങ്കല്ലും അവിടെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വിറകുണ്ടായിരുന്നു. ഈ വിറക് മാറ്റുന്നതിനിടയിലാണ് പാമ്പിനെ കണ്ടിട്ടാണ് വിറക് മാറ്റിയത്. വിറക് ഉണക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിടാൻ പോയപ്പോൾ അതിൻ്റെ മുകളിലൊരു പാമ്പ് കിടക്കുന്ന കണ്ടു. നേരെ അത് താഴെ കല്ലിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ആരെ വിളിച്ചതെന്ന് പറഞ്ഞേ? എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അണലിയാണെന്ന് പറഞ്ഞു. പക്ഷെ വയലറ്റ് കളറൊക്കെയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ഒന്നുകൂടി ചോദിച്ചപ്പോൾ പറയണു ഒരു ആഷ് കളറിൽ വെള്ളക്കെട്ടാവും അങ്ങനെയൊന്നല്ല പറഞ്ഞേ. അപ്പോൾ ഏത് പാമ്പാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും അത് മാറ്റി നോക്കാം. അതിൻ്റെ ഇടയിൽ ഇനി തുരപ്പൻ്റെ അല്ലെങ്കിൽ എലിയുടെ മാളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി നേരെ കരിങ്കൽക്കെട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പാമ്പിനെ കിട്ടാനും സാധ്യത കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ചേട്ടനും കൂടെ സഹായത്തിനുണ്ട്. അപ്പോൾ നമുക്ക് റിസ്കിലേക്ക് കിടക്കാം. പുത്തുണ്ട് വലിയ പ്രതീക്ഷ വേണ്ട. കാണണ്ട. അപ്പോൾ താഴേക്കില്ല. ആ കണ്ട് 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 എനിക്ക് തോന്നേ നിങ്ങളേ ഇത് വെയിലത്ത് മറ്റേ വെയിലടിച്ചപ്പോ കളറൊന്നും കൃത്യമായിട്ട് മനസ്സിലാവണ്ട. സംഭവം മലമ്പാമ്പിന്റെ കുട്ടിയാണ്. ആരാ പറഞ്ഞത്? അപ്പൊ താങ്കൾക്ക് 10,000 രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നു. ഉണ്ട്. അല്ല ഇത് മറ്റാ കണ്ടില്ലേ? ഇതെവിടെ ഇരിക്കുന്നുണ്ട്. അത്ര വലിപ്പമൊന്നുമില്ല, വളരെ ചെറിയ കുഞ്ഞാണ്. അതിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇത് കുട്ടിയാണ്. അപ്പൊ ഇനി ചിലപ്പോ കാണാനോ സാധ്യതയൊക്കെ ഉണ്ട്. ഞാൻ വിറകെടുത്തപ്പോ അവിടെ വേറെ വല്ല പാമ്പാണ് കൂടിയല്ല. കഴിഞ്ഞിട്ടാ എവിടെ പോയി കടന്നില്ലാണ്ട്.
ഒരു കാര്യണ്ട് അവിടെ തോട്ടിലല്ലേ അതിന്റെ ഉള്ളിൽ മിഞ്ഞാന്ന് അങ്ങോട്ട് മലമ്പാമ്പിനെ കിട്ടി 5-6 മുട്ട കിട്ടിന്ന് പറയണ്ടായി കുട്ടാട്ടൻ. ആണോ? അവിടെ പറമ്പില്ലേ ആ അതായത് JCB നമ്മളല്ലേ, അത് മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു. ഒരു 3-4 മുട്ടയൊക്കെ അവര് കൊണ്ടുപോയി. ബാക്കി JCB-കാര് പണി നിർത്തിയപ്പോ അപ്പൊ അല്ല തോട്ടിന്ന് ഇങ്ങനെ കയറി വരും. എന്റെ വീടിന്റെ ഭാഗത്തുനിന്ന് തോട്ടിന്ന് കയറി വരും. ഇപ്പൊ ഈ സമയത്തേ ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇറങ്ങണ സമയ അപ്പൊ കാണാം. അപ്പൊ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടല്ല, ഒരാളുടെ പ്രതീക്ഷ മാത്രം തെറ്റിയില്ല. മലമ്പാമ്പായിരുന്നു. ബാക്കി എല്ലാവരും അണലി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് മണ്ണൂലിയായിരിക്കും വിചാരിച്ചേ. അപ്പൊ പെരുമ്പാമ്പിന്റെ മുട്ട വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞാണ്. കാരണം ആ ഒരു ആഷ് കളർ എന്ന് പറഞ്ഞില്ലേ, അത് സ്കിൻ ഷെഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. മുട്ട വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സ്കിൻ ഷെഡ് ചെയ്ത് വീണ്ടും പെട്ടെന്ന് വലുതാവുന്നതുകൊണ്ടാണ്. അപ്പോൾ സംഭവം നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണാം, ചിലപ്പോൾ ഇനിയും ഈ പ്രദേശത്തൊക്കെ ചിലപ്പോൾ ഇനിയും കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ എവിടെയെങ്കിലും മുട്ട ഇട്ട് വിരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ വീഡിയോ ഞങ്ങളുടെ മൈൻഡ് ഒക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മിറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.